നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. സമൂഹ മാധ്യമമായ എക്സിൽ 100 മില്യൺ ഫോളോവേഴ്സ് എന്ന നേട്ടം സ്വന്തമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ട് എക്സ് സിഇഒ ആയ ഇലോൺ മസ്ക് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. എക്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന ലോക നേതാവെന്ന നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുവെന്നാണ് ഇലോൺ മസ്ക് ട്വീറ്റ് ചെയ്തത്. കഴിഞ്ഞ ആഴ്ചയാണ് എക്സിൽ പ്രധാനമന്ത്രിയുടെ ഫോളോവേഴ്സ് 100 ദശലക്ഷത്തിലെത്തിയത്. മുൻ അമേരിക്കൻ പ്രസിഡന്റായ ബറാക് ഒബാമയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന ലോക നേതാവായാണ് പ്രധാനമന്ത്രി മാറിയിരിക്കുന്നത്. 131 ദശലക്ഷം ഫോളോവേഴ്സാണ് ബറാക് ഒബാമയ്ക്കുള്ളത്. 2009 ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് പ്രധാനമന്ത്രി ട്വിറ്ററിൽ അക്കൗണ്ട് തുറക്കുന്നത്. എക്സിൽ 100 ദശലക്ഷം. ഈ ഊർജ്ജസ്വലമായ മാധ്യമത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നതിലും ചർച്ചകൾ, സംവാദങ്ങൾ, ഉൾക്കാഴ്ചകൾ, ജനങ്ങളുടെ അനുഗ്രഹങ്ങൾ, ക്രിയാത്മകമായ വിമർശനങ്ങൾ എന്നിവയും മറ്റും വിലമതിക്കുന്നതിലും സന്തോഷമുണ്ട്. ഭാവിയിലും ഒരേപോലെ ആകർഷകമായ സമയത്തിനായി കാത്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം ഇതിനുശേഷം എക്സിൽ കുറിച്ചത്. എക്സിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇലോൺ മസ്ക് തന്നെയാണ്. ഇപ്പോഴും 190.1 ദശലക്ഷം ഫോളോവേഴ്സാണ് ഇലോൺ മസ്കിനുള്ളത്. 3-ാം സ്ഥാനത്ത് ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഉള്ളത്. 112.2 ദശലക്ഷം ഫോളോവേഴ്സാണ് അദ്ദേഹത്തിനുള്ളത്. 64.1 മില്യൺ ഫോളോവേഴ്സുമായി വിരാട് കോഹ്ലിയും 63.6 മില്യൺ ഫോളോവേഴ്സുമായി ബ്രസീലിയൻ ഫുട്ബോൾ താരമായ നെയ്മറും എക്സിൽ കായിക താരങ്ങളുടെ പട്ടികയിൽ മുൻനിരയിലുണ്ട്. രാഹുൽ ഗാന്ധിക്ക് 26.4 ദശലക്ഷവും ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിന് 27.5 ദശലക്ഷവും സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവിന് 19.9 ദശലക്ഷവും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിക്ക് 7.4 ദശലക്ഷം അനുയായികളാണ് ഉള്ളത്. RJDയുടെ ലാലു പ്രസാദ് യാദവിന് 6.3 മില്യണും തേജസ്വി യാദവിന് 5.2 മില്യണും NCPയുടെ നേതാവായ ശരത് പവാറിന് 2.9 മില്യൺ എന്നിങ്ങനെയാണ് മറ്റ് അനുയായികളുടെ ഫോളോവേഴ്സ് ലിസ്റ്റ്. നിലവിൽ 38.1 ദശലക്ഷം അനുയായികളുള്ള US പ്രസിഡന്റ് ജോ ബൈഡൻ നിലവിലെ ദുബായ് ഭരണാധികാരിയായ HH ഷെയ്ഖ് മുഹമ്മദിന് 11.2 ദശലക്ഷം ഫോളോവേഴ്സ് ആണുള്ളത്. ഫ്രാൻസ് മാർപ്പാപ്പയ്ക്ക് 18.5 ദശലക്ഷം ഫോളോവേഴ്സ് ആണ് ഉള്ളത്. ഇവരെ എല്ലാം പോലെ തന്നെ മറ്റു ലോക നേതാക്കളെക്കാൾ പ്രധാനമന്ത്രി മോദി വളരെ മുന്നിലാണ് എന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്.